Next topic, solution of LPP. Solution of LPP. LPP means linear programming problems by dynamic problem. By dynamic programming. Solution of LPP. LPP means linear programming problem by dynamic programming. Question. Solve. Maximize z equal to 2x1 plus 5x2 subject to 2x1 plus x2 less than or equal to 430, 2x2 less than or equal to 460, x1, x2 greater than 0. ഇത് സോൾവ് ചെയ്യണം ബൈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് x1 ആൻഡ് x2. x1 x2 കണ്ടുപിടിക്കണം. അപ്പോൾ x1 വിച്ച് സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് and x2 which satisfy the second constraint. The solution. Here we have two state equal to 2. State means number of constraints. അതായത് ഈ പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതൊരു കൺസ്ട്രെയിന്, ഇത് 2. ഇപ്പം 2 കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ് 2 എന്ന് പറയാം. ദെൻ സ്റ്റേജ് ഈക്വൽ ടു 2. സ്റ്റേജ് മീൻസ് നമ്പർ ഓഫ് വേരിയബിൾസ്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ആണുള്ളത്, x1ഉം x2ഉം. സോ നമ്പർ ഓഫ് വേരിയബിൾ സ്റ്റേജ് 2 ആണ്. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മീൻസ് മാക്സിമൈസ് ഇസഡ് എന്നുള്ളതാണ്. അതിനാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ റിസോഴ്സസ് മീൻസ് റിസോഴ്സസ് ഇവിടെ 2 എണ്ണമാണ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ RHS ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പം ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് ആ RHS എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ 2 എണ്ണമാണ്. അപ്പം ഈ റിസോഴ്സസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് B1 B2 എന്നാണ്. റിസോഴ്സസെ ഡിനോട്ട് ചെയ്യുന്നത് B1 B2. അപ്പം B1 ഈസ് ഈക്വൽ ടു 430 ഫസ്റ്റ് കൺസ്ട്രെയിൻ, റൈറ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റെ. ദെൻ B2 ഈസ് ഈക്വൽ ടു 460. അപ്പം ഇതാണ് ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഇക്വേഷൻ നമ്പർ 1 2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദെൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ വേരിയബിൾസ് x1ഉം x2ഉം ഉണ്ട്. ദെൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ഇസഡ് എന്ന് ഉള്ളത്. ദെൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ RHS ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അത് B1ഉം B2 ആണ്. B1 430യും B2 460യും. അപ്പം ഇവിടെ 2 സ്റ്റേജ് ആണുള്ളത്. സോ വി ക്യാൻ സ്റ്റേജ് 1 എന്ന് എടുത്തു. ദാറ്റ് ഈസ് F1 B1 B2 ഈക്വൽ ടു മാക്സിമം. ഇവിടെ മാക്സിമം ഇസഡ് ഈക്വൽ ടു 2x1 എന്നാണ്. സോ മാക്സിമൈസ് 2x1 പ്ലസ് 5x2 ഉണ്ട്. അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ എടുക്കുന്നത് മാക്സിമം 2x1. 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b ആണ്. 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. നെക്സ്റ്റ് സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് ബി കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഫോർമുല പഠിക്കണം. ബി കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. മിനിമം ഓഫ് B1 by CX1 B2 by CX1 sorry CX1
ഇതാണ് ഫോർമുല. B1 by Cx1 B2 by Cx1 that is equal to minimum of B1. B1 എന്ന് പറയുന്ന RHS ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. നമ്മൾ 430 ആണ്. 430 by Cx1. Cx1 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻ ഫസ്റ്റ് ഇക്വേഷൻ എന്നാണ്. ഫസ്റ്റ് കൺസ്ട്രെയിന്റ്. ഇവിടെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്ന ഇതാണ്. ഇതിന്റെ x1ന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. Cx1 ഇവിടെ Cx1 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ Cx1ന്റെ മീനിങ് ഇതാണ്, കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻ സെക്കൻഡ് കൺസ്ട്രെയിന്റ്. അപ്പം B2 എന്ന് പറയുന്നത് 460 ആണ്. 460 by Cx1 കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻ സെക്കൻഡ് കൺസ്ട്രെയിന്റ്. അപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിന്റിൽ x1ന്റെ കോഎഫിഷ്യന്റ് ഒന്നുമില്ല, സോ 0. മിനിമം ഓഫ് 430 by 2 460 by 0 that is minimum of 430 by 2 എന്ന് പറയുന്നത് 215 ആണ്. 460 by 0, any number by 0 is infinity. അപ്പോൾ മിനിമം വാല്യൂ ആണ്. സോ വി ക്യാൻ റൈറ്റ് ബീറ്റ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു 215. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി 215. സോ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതാണ്? മിനിമം ഓഫ് B1 by Cx1ഉം B2 by Cx1. അപ്പോൾ Cx1 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻ ഫസ്റ്റ് കൺസ്ട്രെയിനും ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് x1 ഇൻ സെക്കൻഡ് കൺസ്ട്രെയിൻ. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയത് F1 B1 B2 ഈക്വൽ ടു മാക്സിമം ഓഫ് 2x1 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ബി എന്നാണ്. ബിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി 215. നെക്സ്റ്റ് സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് x1. അപ്പോൾ ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാണ് കാൽക്കുലേറ്റ് x1 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ നമുക്കിവിടെ x1 ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് x1 എന്താണെന്ന് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് 2x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 430. അപ്പം വി ക്യാൻ റൈറ്റ് x1 less than or equal to 430 minus x2 by 2. 430 minus x2 by 2. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എഴുതാം x1 ഈക്വൽ ടു, ഇവിടെ സെക്കൻഡ് കൺസ്ട്രെയിൻസിൽ x1 എന്താണെന്നില്ല, സോ x1 ഈക്വൽ ടു 0. x1 രണ്ട് വാല്യൂ കിട്ടി. സോ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. സോ വി ക്യാൻ ടേക്ക് x1 ഈക്വൽ ടു മിനിമം. x1 രണ്ട് കൺസ്ട്രെയിൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് x1 ഈക്വൽ ടു മിനിമം വാല്യൂ ഓഫ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് 430 മൈനസ് x2 by 2. 430 മൈനസ് x2 by 2 പിന്നെ 0. സെക്കൻഡ് നമുക്ക് കിട്ടിയത് x1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്, അത് വാല്യൂ ടേക്ക് ചെയ്യുന്നില്ല. സോ x1 ഈക്വൽ ടു 430 മൈനസ് x2 by 2. 430 മൈനസ് x2 by 2. അപ്പോൾ x1ന്റെ വാല്യൂ കിട്ടി. x2ന്റെ ടേംസിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ ചെയ്യുന്നത് ഇതാണ്. സ്റ്റേജ് 1 കഴിഞ്ഞു. സ്റ്റേജ് 1 F1 B1 B2 ഈക്വൽ ടു മാക്സിമം ഓഫ് 2x1 0 ലെസ് ദാൻ x1 ലെസ് ദാൻ ബി. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ദെൻ x1 എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് സ്റ്റേജ് 1 ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 2. ഇപ്പോൾ സ്റ്റേജ് 2 വി ക്യാൻ റൈറ്റ് F2 B1 B2. നമ്മൾ സ്റ്റേജ് 1 ചെയ്തത് F1 B1 B2 മാക്സിമം ഓഫ് 2x1 എന്നാണ് ചെയ്തത്. സ്റ്റേജ് 2 ചെയ്യുമ്പോൾ F2 B1 B2 മാക്സിമം ഓഫ് 2x1 പ്ലസ് 5x2 0 ലെസ് ദാൻ, അവിടെ x1 ലെസ് ദാൻ ബി എന്നാണ് എടുത്തത് സ്റ്റേജ് 1. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് 0 ലെസ് ദാൻ x2 ലെസ് ദാൻ ബി എം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് 5x2. അപ്പോൾ 5x2 പ്ലസ് 2 x1ന്റെ വാല്യൂ നമുക്കറിയാം. x1 ഈക്വൽ ടു മിനിമം, x1 ഈക്വൽ ടു ഇവിടെ മിനിമം ആണ്. മിനിമം ഓഫ്
x1 equal to minimum of 430 minus x2 by 2. 430 minus x2 by 2, 0 less than x2 less than b. And to calculate b for x2 ന് വേണ്ടി b കണ്ടുപിടിക്കാം. സോ ബിയുടെ ഫോർമുല ഇതാണ്, മിനിമം ഓഫ് b1 ബൈ, നമ്മൾ അപ്പുറത്ത് ചെയ്ത് cx1 ആണ്, അപ്പോൾ ഇത് x2 ന് വേണ്ടി ആയതുകൊണ്ട് cx2 b2 ബൈ cx2. ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് എടുക്കണം, ഇത് സെക്കൻഡ് ഇക്വേഷൻ്റെ എടുക്കണം. ദാറ്റ് ഈസ് സെക്കൻഡ് കൺസ്ട്രെയിൻ്റ്. മിനിമം ഓഫ് b1 എന്നുള്ളത് 430 ആണ്, 430 ബൈ cx2. അപ്പോൾ ഈ x2 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. സെക്കൻഡ് ഇക്വേഷന് 1 ഉം 2 ഉം. സോ 1 460 ബൈ 2. അപ്പോൾ മിനിമം ഓഫ് 430 ബൈ 1 എന്ന് പറയുന്നത് 430, 460 ബൈ 2 230. അപ്പം മിനിമം വാല്യൂ ആണ് വേണ്ടത്. മിനിമം എന്ന് പറയുന്നത് 230 ആണ്, 230. സോ വി ക്യാൻ റൈറ്റ് ബി ഈസ് ഈക്വൽ ടു 230. ബിയുടെ വാല്യൂ കിട്ടി. സോ വി ക്യാൻ റൈറ്റ് F2 ഓഫ് B1 B2 എന്ന് പറയുന്നത് മാക്സിമം ഓഫ്, ഇവിടെ മാക്സിമം ഓഫ് 5x2 പ്ലസ് 2 മിനിമം ഓഫ് 430 മൈനസ് x2 ബൈ 2. 0 ലെസ് ദാൻ x2 ലെസ് ദാൻ b എന്നാണ്. ബിയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചു, 230 എന്നാണ്. സോ ഇതാണ്. അപ്പോൾ x2ൻ്റെ വാല്യൂ 0 മുതൽ 230 വരെയാണ്. അപ്പോൾ x1, അപ്പം സ്റ്റേജ് 1 കഴിഞ്ഞു, സ്റ്റേജ് 2 കഴിഞ്ഞു. x1 എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജ് 1 നിന്ന് കിട്ടിയത് മിനിമം ഓഫ് 430 മൈനസ് x2 ബൈ 2 എന്നാണ് കിട്ടിയത്. ഇതാണ് x1 സ്റ്റേജ് 1 നിന്ന് കിട്ടിയത്. അപ്പോൾ x2ൻ്റെ വാല്യൂ 0 മുതൽ 230 വരെയാണ് പോകുന്നത്. ദാറ്റ് ഈസ് മിനിമം ഓഫ് x1 ഈക്വൽ ടു മിനിമം ഓഫ് 430 മൈനസ് x2ന് നമുക്ക് 0 എന്ന് കൊടുക്കാം. x2 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ 0 കൊടുത്താൽ 0 ബൈ 2. ഇനി x2ന് 0 മുതൽ 230 വരെയാണ്, അപ്പോൾ 230. 430 മൈനസ് ഇവിടെ x2ന് 230 കൊടുക്കുമ്പോൾ 230 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് 430 മൈനസ് 0, 430 ബൈ 2. 430 ബൈ 2 എന്ന് പറയുന്നത് 250. 215 x2 0 ആകുമ്പോഴും ഇത് 430 മൈനസ് 230 എന്ന് പറയുമ്പോൾ 200 ബൈ 200 x2 230 ആകുമ്പം. അപ്പം x1ൻ്റെ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് മിനിമം ആണ്. അപ്പം ഈ റേഞ്ചിലാണ് x2 പറയുന്നത്, 0 to 230. അപ്പം ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് മിനിമം വാല്യൂ ഈസ് ഈക്വൽ ടു 100 ആണ്. ദിസ് ഇംപ്ലൈസ് x2 മിനിമം വരുന്ന x2 230 ആകുമ്പോഴാണ്. സോ x2 230 ആകുമ്പം, സോ ദാറ്റ് ഈസ് x1 എന്ന് പറയുന്നത് 100 എന്നും കിട്ടി, x2 എന്ന് പറയുന്നത് 230 എന്നും കിട്ടി. അപ്പോൾ x1 x2 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്ന മാക്സിമൈസ് z ആണ്. അപ്പോൾ z ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ മാക്സിമം വാല്യൂ ആണ് z 2x1 പ്ലസ് 5x2 എന്നാണ്. അപ്പോൾ 2x1 പ്ലസ് 5x2 എന്നാണ്. x1ൻ്റെ x2ൻ്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 100, 200 പ്ലസ് 230 ഇൻറ്റു 5 പ്ലസ് 0, 15, 11. സോ 200 പ്ലസ് 1150, 1350. ഇതാണ് ആൻസർ. അപ്പം നമ്മൾ ചെയ്തത് ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആയതുകൊണ്ട് 2 സ്റ്റേജ് വന്നു. 2 സ്റ്റേജ് വന്നത് 2 കൺസ്ട്രെയിൻസ് ആയതുകൊണ്ടാണ്. സോ ഇവിടെ ഈ ഫോർമുല ഓർത്തിരിക്കുക, ബിയുടെ ഫോർമുല ഓർത്തിരിക്കുക. മിനിമം ഓഫ് b1 ബൈ cx1ഉം b2 ബൈ cx1 ആണ് ചെയ്തത്. ഇവിടെ ബിയുടെ, അപ്പം ഇതാണ് x1ഉം x2ഉം ചെയ്തത്. ഫൈനലായിട്ട് x1 ഈക്വൽ ടു 100 എന്നും കിട്ടും,
x2 230 എന്നും കിട്ടും. സോ ഇസഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുക.